ഗൈസ്, നിലാവക്ക് എന്മേൽ എന്നടി കോപം എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. ഒന്ന്, ദിസ് ഇസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ധനുഷ് കെ രാജ്, നമ്മുടെ സ്വന്തം ധനുഷ്. രണ്ടാമത്തെ ഫാക്ടർ, ഇതിൽ മലയാളിയായ മാത്യു അഭിനയിക്കുന്നുണ്ട്. മലയാളിയായ മാത്യു മാത്രമല്ല, മലയാളികളായ അനിക സുരേന്ദ്രനും പ്രിയ പി വാര്യരും അഭിനയിക്കുന്നുണ്ട്. പക്ഷെ മാത്യുവിന്റെ പടങ്ങളെല്ലാം ഞാൻ ഒന്നും വിടാതെ കാണുന്നത് കൊണ്ട് ഈ സിനിമ ഞാൻ കണ്ടു. ധനുഷ് അണ്ണ, നിങ്ങൾക്ക് എന്തിനു പറ്റിയണ്ണ? വേറൊന്നും കൊണ്ട് ചോദിക്കാതെ, നിങ്ങൾ മറ്റേ ആക്ടിങ് ഇതൊക്കെ വിട്ട് കംപ്ലീറ്റ്ലി ഡയറക്ഷൻ സംഭവങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി നല്ലൊരു ഡയറക്ടർ ഓഫ്കോഴ്സ്. രായനിലെ കുറെ നല്ല സീനുണ്ട്. അനിയത്തി മറ്റേ ഭയങ്കര ടെററാവുന്ന സീൻ, പിന്നെ ഇന്റർവെൽ പോർഷൻ, അവസാനത്തെ മറ്റേ അടങ്ങാത്ത ആ പാട്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങളുടെ ഡയറക്ഷൻ നല്ല രീതിയിൽ തന്നെ മികച്ച് എത്തിയിട്ടുണ്ട്. പവർ പാണ്ടി എന്ന് പറഞ്ഞ സിനിമ കിട്ടില്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് പവർ പാണ്ടി. പിന്നെ ഇനി വരാൻ പോകുന്ന ഇഡ്ഡലി കട എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണും. പറ്റിയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടിരിക്കും. വേറെ പണിയൊന്നുമില്ലല്ലോ. രായൻ ഞാൻ രാത്രിയാണ് ഫസ്റ്റ് ഡേ തന്നെ ലാസ്റ്റ് ഷോയ്ക്കാണ് പോയത്. കാരണം എൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞു. ശരി, ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞ് രാത്രിയത്തേക്കാണ് ഞാൻ രായനെടുത്തത്. അടുത്ത പടമായാലും പറ്റിയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് വരെ ഞാൻ കണ്ടിരിക്കുക. അപ്പൊ എൻ്റെ ഉള്ളിലെന്നും ആ ഒരു ഇഷ്ടം ധനുഷിനോടുണ്ട്. കാരണം മലയാളമൊക്കെ കഴിഞ്ഞ് തമിഴിലോട്ടൊക്കെ നമ്മൾ സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മളെ കുറേ സിനിമകൾ കൊണ്ട് ചിരിപ്പിച്ചതും കരയിപ്പിച്ചതൊക്കെ ആയിട്ടുള്ളൊരു മച്ചാനാണ്. 3 ആയാലും, വേലയില്ല പട്ടധാരി ആയാലും, മാസപടങ്ങളായ മാരി ആയാലും, അല്ലാതെ വേറെ വേറെ ഇഷ്ടംപോലെ പടമുണ്ട്. ആടുകളം, അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട്. അപ്പോൾ എനിക്കതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ് ധനുഷിന്റെ. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൽ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്ന ഒരു മച്ചാനുണ്ട്. പുള്ളിന്റെ പേര് പവിഷ് നാരായൺ. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ പുള്ളിയുടെ ചില ഗസ്റ്റേഴ്സും സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് ധനുഷിന്റെ മോനാണോ എന്ന് തോന്നിപ്പോവും. ആ ഒരു എവിടേക്കോ ഒരു സിമിലാരിറ്റീസ് ഒക്കെ ഉള്ള പോലെ. അത് ചിലപ്പോൾ ആ ഒരു സീനിന്റെ സെറ്റിംഗ് കാരണമായിരിക്കാം, അത് പുള്ളി ഡയറക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, പുള്ളി അങ്ങനെ അഭിനയിപ്പിച്ചത് കൊണ്ടായിരിക്കാം, ആ ഒരു മ്യൂസിക്കിന്റെ ഇതുകൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പവിഷ് നാരായൺ ഓക്കെ, മച്ചാന്റെ ആദ്യത്തെ പടമാണെന്ന് പുള്ളിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം ആർട്ടിഫിഷ്യലായിരുന്നു. മാത്യു പടത്തിലുണ്ട്. നമ്മുടെ മാത്യു മലയാള സിനിമയിൽ കാഴ്ചവെക്കാത്ത അഭിനയമാണ് തമിഴിൽ പോയി കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ മലയാളത്തിന്റെ ഒന്ന് കാണുന്നില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായി. എന്ന് വെച്ചാൽ പുള്ളീന്റെ സൗണ്ട് അല്ല, ലൈക്ക് പുള്ളിയല്ല ഡബ് ചെയ്തിരിക്കുന്നത്, വേറൊരു പുള്ളീനെ കൊണ്ടാണ് ഡബ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ലിയോയിലായാലും വേറൊരാളെ കൊണ്ടാണ് ഡബ് ചെയ്യിപ്പിച്ചിരുന്നത്. ഈ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും വേറെ ഏതോ മച്ചാൻ ആ ഒരു തമിഴ് സ്ലാങ്ങും ആ ഒരു സംഭവങ്ങളൊക്കെ വരാനായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. അപ്പോ സെക്കൻഡ് ഹാഫിൽ 2-3 പോർഷൻസ് ഉണ്ട് മാത്യുവിന്റെ. അയ്യോ, അത് ചിരിച്ച് സത്യം പറഞ്ഞാൽ നല്ല ചിരിയായിരുന്നു. തിയേറ്റർ മൊത്തം ചിരിയായിരുന്നു. ഞാൻ ശരിക്കും ഇരുന്ന് കൈയടിച്ചിരുന്ന് ഞാൻ ചിരിച്ച് 2-3 പോർഷൻസ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളി ഈ പവിഷിന്റെ കഥാപാത്രവും നമ്മുടെ പ്രഭു എന്ന് പറഞ്ഞ പുള്ളിയുടെ കഥാപാത്രവും രാജേഷ് എന്ന് പറഞ്ഞ മാത്യുവിന്റെ കഥാപാത്രവും ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയാ നമ്മുടെ അമൽ ഡേവിസ്, സച്ചിൻ ആ ഒരു വൈബ് എനിക്ക് അടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിലല്ല, അത് ദാറ്റ് വാസ് എപ്പിക്. ഇത് അതിന്റെ ഒരു 2 സ്റ്റേജ് അണ്ടറിൽ വരുന്ന രീതിയിൽ എനിക്ക് അങ്ങനെ തോന്നി. അത് ഡീസന്റ് ആയിരുന്നു. പിന്നെ പ്രിയ പി വാര്യർ അടുത്തത്. മലയാളത്തില് തൊലികൾ മാത്രം കാഴ്ച വെച്ചിട്ടുള്ള നടി അവിടെ പോയപ്പോഴത്തേക്കും എന്തൊക്കെയൊക്കെയോ കൂടുതലായിട്ട് അവിടെയൊക്കെ കാണിച്ചു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അടുത്ത അനിക സുരേന്ദ്രൻ. എല്ലാവരുടെ കാര്യം എടുത്ത് പറഞ്ഞോട്ടോ. കാരണം എല്ലാവരും പടത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ്. നല്ല രീതിക്കുള്ള ഭാഗങ്ങളുമാണ്, മോശമായിട്ട് കാഴ്ചവെച്ച ഭാഗങ്ങളാണ്. അനിക സുരേന്ദ്രന്റെ കേസ് പറയുമ്പോൾ തുടക്കത്തില് ഈ റൊമാൻസിന്റെ പോർഷൻ, ചിരിക്കുന്ന പോർഷൻ, ആ ഒരു ലവിന്റെ പോർഷൻ അവിടെയൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയണം. സെക്കൻഡ് ഹാഫിൽ ഒരു ഇമോഷണൽ സീൻ ഉണ്ട്. അത് പുള്ളിക്കാരി ഇമോഷണലാണ് ചെയ്തതെന്ന് അറിയാനായിട്ട് ആ സീൻ തീരേണ്ടി വന്നു. ഞാൻ കുറേ ഇത് വല്ല സ്കാം ആക്കുന്നതാണോ എന്ന് തോന്നിപ്പോയി. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സൺ ഓഫ് സത്യമൂർത്തി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അല്ലു അർജുൻ കെട്ടാൻ പോണ ഒരു പെണ്ണുണ്ട് ആദ്യം. എന്നിട്ട് പുള്ളിക്കാരിന്റെ വെഡിങ് പ്ലാനറായിട്ട് പുള്ളി പോകും. ആ ഒരു പുള്ളിക്കാരിയുണ്ട്, പല്ലവി എന്നുള്ള ക്യാരക്ടറിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ആരാ നടിയെന്ന് അറിയില്ല. പുള്ളിക്കാരിന്റെ ഒരു സാധനമുണ്ട്, ആക്ച്വലി അങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു ലെവല് സാധനം ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫിലുണ്ട്. അതിൽ കണ്ടപ്പോഴേ എനിക്ക് തൊലിഞ്ഞു കയറിയതാണ്. ഈ പടത്തിൽ കണ്ടപ്പോഴും അത് എനിക്ക് പൊളിഞ്ഞു കയറി. ദിസ് ഇസ് പക്ക ഒരു ക്രിഞ്ച് പടം, ഒരു
ജെൻസി ടൈപ്പൊക്കെ കുറെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഭയങ്കര കളറിൽ ഭയങ്കര മോഡല് ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഒരു സംശയം ഇരിക്കണ്ട, ഞാൻ പറയാം. അപ്പൊ അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു പക്ക ഒരു ക്രിഞ്ച് ഫെസ്റ്റ് ആണ് പടം. കറക്റ്റ് വല്ല വാരി വലിച്ച് ക്രിഞ്ച്. നമുക്കൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു വരും ആദ്യത്തെ ഫസ്റ്റ് ഹാഫൊക്കെ കാണാം. ഫസ്റ്റ് ഹാഫ് മൊത്തം ക്രിഞ്ചാണ്. അപ്പൊ ആ ഒരു ലെവലിലുള്ള പടമാണ്. തുടക്കം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ലെവലിലേക്കാണ് ഈ പോണതെന്ന്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് നമ്മൾ ആ ഒരു മനസ്സിലാക്കൽ നമുക്ക് ഉണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം തെറിയും പറഞ്ഞിറങ്ങേണ്ടി വരും. ഓക്കെ. പിന്നെ റാബിയ കാട്ടൂൺ, ഹിന്ദിക്കാരിയാന്ന് തോന്നുന്നു, ഇതിലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അസല് വെറുപ്പീരായിരുന്നു. ക്രിഞ്ച് നമ്പർ 1. വേറൊരു മച്ചാനുണ്ട്, അയ്യോ, വെങ്കടേഷ് മേനോൻ, ക്രിഞ്ച് നമ്പർ 2. അത് മച്ചാൻ ഇവരുടെ ഇടയ്ക്കിടന്ന് എന്തൊക്കെയൊക്കെയോ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ഏറ്റില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ശരത് കുമാർ സിനിമയിലുണ്ട്. ശരണ്യ പൊന്മന്നൻ, നമ്മുടെ ധനുഷിന്റെയൊക്കെ സ്ഥിരം അമ്മ റോൾ ചെയ്യുന്ന പുള്ളിക്കാരി സിനിമയിലുണ്ട്. പിന്നെ വേറെ ആരുടെ പറയാനുള്ളത്, ആടുകളം നരൻ, ഇവര് 3 പേര് സിനിമയിലുണ്ട്. ഇവർക്കൊക്കെ കേക്ക് വാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ശരത് കുമാറിന്റെ ക്യാരക്ടറൊക്കെ നല്ലൊരു കിടിലൻ അച്ഛൻ എന്ന് വെച്ചാൽ മോളുടെ ഭാവിക്ക് വേണ്ടി മറ്റേ കാര്യത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു അച്ഛൻ. ആ ഒരു റോളായാലും അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറൊരു നടീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പുള്ളിക്കാരിന്റെ പേര് ഞാൻ എടുത്ത് പറയാം, രമ്യ രംഗനാഥൻ. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എടുത്ത് പറയണം. നിങ്ങൾ മറ്റേ വേറെ സിനിമ ഒന്നും കാണാൻ വന്ന് എനിക്ക് ഇത്ര തൊരയില്ലല്ലോ അവിടെ ഇത് പറയാനൊന്നും നോക്കരുത്. ബുക്ക് മൈ ഷോയിൽ കാണുന്നതേ ഞാൻ പറയാറുള്ളൂ. അല്ലാത്തത് പറ്റുന്നിടത്തോളം ഞാൻ ക്യാരക്ടേഴ്സിനെ പറഞ്ഞ് പോവാറാണ് പതിവ്. അപ്പോൾ രമ്യ രംഗനാഥൻ സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരി വന്നിട്ട് കുറച്ച് നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് തന്നിട്ട് പോകുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി ആയാലും മ്യൂസിക് ആയാലും എല്ലാം കൊണ്ടും ഹൈ റേഞ്ചിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇത് ഗോൾഡൻ സ്പാരോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, കുറെ ട്രെൻഡിങ് ഒക്കെ വന്നൊരു പാട്ടാണ്. നമ്മുടെ ഡോക്ടറിലും ഡോണിലൊക്കെ അഭിനയിച്ച പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരിയാണ് സോങ്ങിൽ ഐറ്റം ഡാൻസ് ചെയ്ത് വന്നിരിക്കുന്നത്. ഐറ്റം ഡാൻസ് പറയല്ല, ജസ്റ്റ് സിമ്പിൾ ഒരു ഡാൻസ്. പിന്നെ മ്യൂസിക് ജി.വി. പ്രകാശ്. അത് പറഞ്ഞപ്പോഴാണ് മ്യൂസിക് ഇടേ അതെനിക്കൊരു സംശയം തോന്നിയ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം പല സ്ഥലത്തായിട്ട് ധനുഷിന്റെ പടങ്ങളുടെ കുറെ റെഫറൻസും കുറെ മ്യൂസിക്കും കുറെ ഡയലോഗ്സും പുള്ളി തന്നെ 2-3 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവര് അതിനു വേണ്ടി ഇഞ്ചക്ട് ചെയ്ത 2-3 സംഭവങ്ങളുണ്ട്. ധനുഷിനെ കാണിക്കാൻ വേണ്ടി ധനുഷ് തന്നെ ഇഞ്ചക്ട് ചെയ്ത കുറച്ച് സംഭവങ്ങളുണ്ട്. അതല്ലാതെ നോർമലി മ്യൂസിക് പോകുമ്പോൾ എവിടെയൊക്കെയോ എനിക്ക് ഒരുമാതിരി ധനുഷിന്റെ പടങ്ങളുടെ ഒരു വൈബ് അടിച്ച പോലെ തോന്നി. പലയിടത്തും എനിക്ക് തോന്നി എടാ ഇത് ധനുഷിന്റെ പടത്തിലുള്ളതല്ലേ, അതാ ധനുഷിനുള്ള ആ ഒരു സാധനം വരും. അത് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് തോന്നിപ്പോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം സെറ്റിങ്ങിൽ തന്നെ ഒരു ധനുഷ് ടച്ച് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്യുവിന്റെ റിംഗ് ടോൺ മറ്റേ ഇതാണ്, ഉദുഗഡ സംഘ് ആ പാട്ടാണ്. അവസാനം റൗഡി വെബിന്റെ ഒരു ഗിറ്റാർ പീസ് ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ ധനുഷിന്റെ സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. ബട്ട് എവിടെയൊക്കെ നോർമലി അവർ ചെയ്ത സാധനങ്ങളിൽ ധനുഷിന്റെ മ്യൂസിക് ഒക്കെ വന്നു പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഇന്റൻഷ്യലി ചെയ്തതാണോ അതോ ചുരണ്ടിയതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പടം, ചുമ്മാ ഫണ്ണായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ. പിന്നെ ഇത് എന്തായിരുന്നത്, അനമോർഫിക് കൈൻഡ് ഓഫ് വിഷനാണ്. നമ്മുടെ ലൂസിഫറിന്റെ ഒക്കെ ഇല്ലേ, സ്കോപ്പ് റേഷ്യോയില് പടം കാണിച്ചാൽ പോലും നമുക്ക് ബ്ലാക്ക് ബാസ് ഫീൽ ചെയ്യും. ലെറ്റർ ബോക്സിങ് മുകളിൽ താഴത്തും ഫീൽ ചെയ്യും ചെറുതായിട്ട്. അപ്പോൾ എന്തിനാണ് ആ ഒരു സംഭവം ഈ പടത്തിൽ വെച്ചതെന്ന് എനിക്കറിയില്ല. നോർമൽ സ്കോപ്പ് റേഷ്യോയിൽ അടിപൊളി തന്നെ ആവുമായിരുന്നു. ഇനി വെറൈറ്റിക്ക് വേണ്ടി ചെയ്താണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ യോമാരി ഈ പടം ഇട്ട ഫ്ലാറ്റ് സ്ക്രീനിലായിരുന്നു, എന്ന് വെച്ചാൽ നമ്മുടെ പെട്ടി പോലെ ഇരിക്കുന്ന സ്ക്രീനിൽ. അപ്പൊ നല്ല കട്ടിക്കായിരുന്നു ബ്ലാക്ക് ബാസ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അരഭാഗം ഇതിപ്പോ ഇത്ര സ്ക്രീനാണെങ്കിൽ ഇത്രേ ഉള്ളൂ പടം, ബാക്കി ഫുള്ള് ബ്ലാക്ക് ബാസ് ആയിരുന്നു. അതൊരു ഭയങ്കര പോരായ്മയായിരുന്നു. സ്റ്റിൽ കണ്ടോട്ടിരുന്നുണ്ടേ, അല്ല ഇവ എന്ത് ചെയ്യാം. പിന്നെ ടിക്കറ്റ് എടുത്ത് പോയി അവിടെ അത് ഇറങ്ങുമ്പോഴല്ലേ നമ്മൾ അറിയണമല്ലോ അയ്യോ ഇത് ഇങ്ങനെയാണെന്ന്. പിന്നെ ഇറങ്ങി ഓടാൻ നോക്കൂലല്ലോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടാൽ മതി. പ്രദീപ് രംഗനാഥന്റെ നമ്മുടെ മറ്റേ ലവ് ടുഡേയിലൊക്കെ ഉള്ള മച്ചാൻ, അതെ പുള്ളി അതാണ് ഡയറക്റ്റ് ചെയ്തത്. പുള്ളിന്റെ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നാളെ കാണുന്നതാണ്, കണ്ടിട്ട് അതിന്റെ വീഡിയോ ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ. ഈ പടം ഇങ്ങനത്തെ ഒരു പടമാണ്, പക്ക ക്രിഞ്ചാണ്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പോയിട്ട് അനുഭവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ അനുഭവിക്കുക. അല്ലാതെ എനിക്ക് കൂടുതലൊന്നും പറയല്ലേ. ബൈ ബൈ.